ടൊമാറ്റോ സോസ് ഓർ കച്ചപ്പൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിലുണ്ടാക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഫ്ലേവർ ചേർക്കാതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ടൊമാറ്റോ ആണ്. ഇത് നല്ല പുളിയുള്ള ടൊമാറ്റോ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തു കൊടുക്കാം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ നല്ല ചൂടായി കിടക്കുന്ന ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ സ്റ്റൗ ഇത് ഓണായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 കഷ്ണം ചെറിയ കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു 5 കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അരമുറി ബീട്രൂട്ടും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള കൂടെ കട്ട് ചെയ്ത് ചേർക്കേണ്ടതായിരുന്നു. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. നിങ്ങളിത് എടുക്കുമ്പോൾ ഇത് ഉറപ്പായിട്ട് അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ച് എടുക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം ഇതിനകത്തുനിന്ന് ഇറങ്ങും. അതായത് ഈ തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും ഇതേപോലെ നന്നായിട്ട് തിളച്ച്, അതായത് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിരിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ അളവിലുള്ള, അതായത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട, എരിവ് വരും. അപ്പം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ തിളപ്പിക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. അങ്ങനെ ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും അതുപോലെ തന്നെ ബീട്രൂട്ടും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ആറിയതിന് ശേഷം ഒരു ജ്യൂസർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് അരിപ്പയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. അതായത് ഒട്ടും കരടില്ലാതെ ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് അരിച്ച് എടുക്കണം. അതായത് ഈ തക്കാളിയുടെയൊക്കെ നാര് കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ബീട്രൂട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സവാള കൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാനത് വിട്ടുപോയി എന്നുള്ളത്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സോസ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവണം. അപ്പോൾ നമുക്കിനി ഇത് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒന്നുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ചെറുതീയിലിട്ടൊന്ന് ഇത് വറ്റിച്ച് എടുക്കണം. അതായത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് ആറിയതിന് ശേഷം ഞാൻ ഇതുപോലൊരു സോസിൻ്റെ ബോട്ടിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സോസിൻ്റെ ബോട്ടിൽ ഞാൻ കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഒട്ടും വെള്ളമില്ലാതെ ഉണക്കിയെടുത്തതാണ്. ഇത് നമുക്ക് അത്യാവശ്യം കുപ്പികളിലകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചേർക്കാത്തതുകൊണ്ട് അധിക നാളിരിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.